മച്ചമാരെ നമ്മുടെ നിസാർക്ക ചാള കാശ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മുട്ടൻ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവന്മാരെ കണ്ടിലെങ്ങാനും ചാള പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കയറി അടിക്കും. നിസാർക്ക ഫുൾ ടൈറ്റ് ചെയ്തിട്ടോ ട്രാക്ക് നല്ല ചിമിട്ട സാധനങ്ങൾ കയറി അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിസാർക്ക വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ട്രാക്ക് ലൂസ് ചെയ്തിട്ട് കയറ്റാനുള്ള കാര്യം നടപ്പുള്ള കാര്യമല്ല. ഏരിയ അടിച്ച് ആ സെക്കൻഡിൽ തന്നെ മടയിലേക്ക് പോകും. അപ്പോൾ അടി പൊട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ അടിച്ചു നോക്കി മുകളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു കാര്യം ഇവിടെ നടക്കത്തുള്ളൂ. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശ് ഏട്ടനും അശ്വിനും നൗഫലേട്ടനൊക്കെ മാര വേട്ടയിലാണ്. ആരുടെ ചൂണ്ടയിലാണ്. ഇനി അടുത്തടി പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി. നിസാർക്ക വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇവിടെ നല്ല ചിമിട്ട ചെമ്പലുകളും ഹമ്മൂറുകളും ഏരിയകളൊക്കെ ഇവിടെ കല്ലുകളുടെ തൊട്ട് അടിച്ചു വെച്ചോ. അടി അതിനുള്ളിൽ തന്നെ സ്ട്രൈക്ക് വന്നിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. വെയിറ്റ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീഴേണ്ട താമസമുള്ളൂ. മീനുകൾ പറന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പേരെ പൊക്കാനായിട്ട് രമേശ് ചേട്ടനും അതുപോലെ തന്നെ അശ്വിനൊക്കെ തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീനുകൾ ശരിക്കും നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ മുട്ട മീനുകൾ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇവിടുന്ന്. മച്ചന്മാരെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നമ്മുടെ ചൂണ്ടപ്പുല്ലുകളെല്ലാം റെഡിയായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. നല്ല ചിമിട്ട മീനുകൾ ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്ത് മീൻ ആരുടെ ചൂണ്ട കയറി പിടിക്കുന്നത് നമുക്ക് ഒട്ടും പിടിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഫ്ലോട്ട് അടിച്ചു ഒന്നും പറയാല്ല. അശ്വിൻ്റെ ചൂണ്ടയിൽ അടിപൊട്ടിയിരിക്കുന്ന ഈ പ്രാവശ്യം വെറൈറ്റി ഒരു കടൽ സുന്ദരി തന്നെയാണ് കയറിയിരിക്കുന്നത്. ഇത് അടുവെന്ന് വിളിക്കുന്ന ഒരു മീനാണ്. നല്ല ഭംഗിയുള്ള മീനാണ്. മൊറൈ ഡെക്കോറി ഷോപ്പുകളിലൊക്കെ ഇത് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മീൻ പൊളി ഐറ്റത്തിന് തന്നെ നമ്മുടെ അശ്വിൻ പൊക്കി കരുത്ത് കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹുക്കിൽ നിന്ന് മാറ്റുകയാണ്. മച്ചന്മാരെ തകർപ്പൻ മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരനെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. വെള്ളം നല്ല നിലച്ച് സെറ്റായിട്ട് കിടക്കുകയാണ്. വലിയ തിരിയൊന്നുമില്ല. ഇതുപോലുള്ള സമയമാണ് കടലിൽ വേട്ടയാടുത്ത ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് പോളോട് ഉപയോഗിച്ച് ചൂണ്ടിടുകയാണെങ്കിൽ നല്ല ചിമിട്ട സൈസുള്ള മീനുകളെ നമുക്ക് അടിച്ചു കയറ്റാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ സദാസമയം ഫ്ലോട്ട് നിരീക്ഷിക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും നല്ല തകർപ്പൻ മീൻ വന്ന് നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോകാം. കറക്റ്റ് സമയത്ത് ഉക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ മിസ്സാവും. പോളോട് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല നീളമുള്ള ഇതുപോലുള്ള പോളോടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നിന്ന് മീനുകളെ അടിച്ച് കയറ്റാനായിട്ട് പറ്റും. വലിയ മീൻ അടിച്ചാലും കയറ്റാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സ്റ്റിക്കിലടിക്കുകയാണെങ്കിൽ ഇവന്മാർ പെട്ടെന്ന് തന്നെ കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പൊളോടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ച് പൊക്കുന്നതുകൊണ്ട് ഈ ഏരിയ പോലുള്ള മീനുകൾക്ക് അങ്ങനെ എളുപ്പമൊന്നും മടയിലേക്ക് പാഞ്ഞു കയറാനായിട്ട് പറ്റില്ല. ഏരിയയ്ക്ക് ഏത് സമയം അടിച്ചു പൊക്ക് രമേശേട്ടൻ്റെ ചൂണ്ടയിൽ ഒരു തകർപ്പം മീൻ കയറി പിടിച്ചിരുന്നു. പക്ഷേ ഹുക്കപ്പിൻ്റെ ടൈം അല്പം വൈകിപ്പോയി. ഹുക്കപ്പിൻ്റെ ടൈം പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മീൻ മിസ്സാവും. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. നമ്മൾ ശരിക്കും ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കണം. മച്ചന്മാരെ നമ്മുടെ നൗഫലേട്ടൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചിരിക്കുകയാണ്. പൊളി ഒന്നും പറയാല്ല. ഒരു തകർപ്പൻ നച്ചറേനെയാണ് നമ്മുടെ നൗഫലേട്ടനെ അടിച്ച് കയറ്റിയിരിക്കുന്നത്. നൗഫലേട്ടൻ കാണിച്ചേ. ഒന്നും പറയാല്ല. അല്ല പാള പോലിക്കുന്ന നച്ചറേനെയാണ് നൗഫലേട്ടനെ അടിച്ച് കയറ്റിയിരിക്കുന്നത്. മീനുകൾ ശരിക്കും ബെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നമുക്ക് ഒട്ടും സമയം പാഴാക്കാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതേ സ്പോട്ടിലേക്ക് നൗഫലേട്ടൻ വീണ്ടും ബെയിറ്റ് എടുക്കാനായിട്ട് പോവാണ്. മച്ചന്മാരെ ഒന്നും പറയാനില്ല. ഒരു പൊളി ഞണ്ടിനെ അടിച്ച് കയറ്റി നമ്മുടെ അശ്വിൻ കരുത്ത് കാണിച്ചിരിക്കുകയാണ്. ഒരു തകർപ്പൻ ഞണ്ടാണ്. ഇത് കഴിക്കാൻ പറ്റുന്ന നല്ല സീ ഞണ്ടാണ്. ഇതിൻ്റെ ഇറുക്കിട്ടായിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഇറുക്കും ഉമ്മാര്. അപ്പോൾ അശ്വിൻ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ അവനെ ഹുക്കിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ചെറിയൊരു അബദ്ധം മതി. അപ്പം തന്നെ പണി കിട്ടും.